Hi, Stanley Vadakan. Keep smiling and stay പോസിറ്റീവ്. നമ്മൾ ലൈഫ് സ്കിൽസ് പഠിക്കുമ്പോൾ അതിൽ 10 ലൈഫ് സ്കിൽസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതിൽ ഒരു ലൈഫ് സ്കില്ലാണ് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പോലൊരു വീഡിയോ എനിക്ക് കിട്ടി. അതാണ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യണത്. എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ ഏറ്റവും ചീപ്പായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് പറ്റാവുന്ന ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്താവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റാവുന്ന, നമുക്ക് ഉപകാരപ്പെടുന്ന എന്ത് സാധനം ഒരു ഇന്നോവേറ്റീവായിട്ട് ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെനിക്ക് ഒന്ന് കണ്ടെത്തിയപ്പോൾ നമ്മൾ പലപ്പോഴും ചൂണ്ടിടുന്നത് കാണാറുണ്ട് അല്ലേ? ഓരോരുത്തർ 10 രൂപ മുതൽ 5000 രൂപ വരെ മുടക്കിയിട്ട് മേടിച്ച ചൂണ്ട കൊണ്ട് അവർ പോവും. ആ ചൂണ്ടയുള്ള എക്യുപ്മെൻറ്റ് കൊണ്ട് പോവും. എന്നിട്ട് തിരിക്കണതും മറിക്കണതും വലിക്കണതൊക്കെ ആയിട്ട് പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർ അവിടെ ഇരുന്ന് പിടിച്ച് വരുമ്പോൾ ഒരു മീനോ 2 മീനോ ഒക്കെ കിട്ടിയെങ്കിൽ ചിലപ്പോൾ വലുത് കിട്ടി, ചിലപ്പോൾ കിട്ടാണ്ടിരിക്കും. മണിക്കൂറുകളോളൊക്കെ ഇരിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അങ്ങനെയുള്ളിടത്താണ് ഞാനിത് ക്രിയേറ്റീവായിട്ട് ഇത് കണ്ടതായിട്ട് എനിക്ക് തോന്നിയത്. ക്രിയേറ്റിവിറ്റി ആയിട്ട് ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. നല്ല രസമായിട്ടുണ്ട്. ഞാൻ ഷോർട്ടിലിട്ടുള്ളതാണ്, അത് ഞാനൊരു വീഡിയോ ആക്കിയിട്ടിട്ടെന്ന് മാത്രം. അതിൻ്റെ കാരണം അതാണ്, നമ്മൾ ചിന്തിച്ചാൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് വാച്ച് ഇറ്റ് ഔട്ട്. ഇന്ന് ഞാൻ കാലത്ത് നടക്കാൻ പോയപ്പോൾ കണ്ട ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ക്രിയേറ്റിവിറ്റിക്കും ഇന്നോവേഷനൊക്കെ ഒരു നല്ല മാതൃകയാണ്. ജസ്റ്റ് സീ ദ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സിനൊക്കെ എന്നെ വിളിച്ചോളൂ, ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞുതരാം. എൻജോയ്. നിങ്ങളെന്നും വരുമോ ഇവിടെ? എങ്ങനെയാണ്? എന്നും വരാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇതിൽ കൂടെ നടക്കാറുള്ളത് സാധാരണ. കുറേ ആൾക്കാർ ചൂണ്ടിട്ടിരിക്കുന്നത് പക്ഷേ അറിയാമോ, ഒന്ന് കൊത്തിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ബോട്ടിലിൽ പെല്ലറ്റ് ഇട്ടിട്ട് ഒരു മീനിന് കഴിക്കാനുള്ള കന്നാലിത്തീറ്റയുടെ ഭക്ഷണം എന്നാണ് പറഞ്ഞത്. എന്നിട്ടിങ്ങനെ ഒരു കയറ് കെട്ടി അതിലേക്ക് ഇടും. അങ്ങനെ 2-3 ഇട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം അതിന് കൊടുക്കും, മീനിന് തിന്നാനുള്ള സമയം. ഒരു 10-15 മിനിറ്റ്. അത് കഴിയുമ്പോൾ ഇങ്ങനെ വലിക്കണം അവരത്. കുറച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാതിരിക്കാൻ. ഓക്കെ, അടുത്ത കുപ്പി എടുക്കുന്നു. കണ്ടോ, അതിൽ നിറച്ച് മീനുകളാണ്. 5 മിനിറ്റ് നേരം അതിലിട്ടത്. അത് കഴിയുമ്പോൾ ഇതുപോലെ മീനുകൾ കിട്ടുന്നു. ഗ്രേറ്റ്, നല്ലൊരു ഐഡിയ. ഇതൊക്കെ പിടിച്ച് 2-3 പ്രാവശ്യമായിട്ട് പിടിച്ച മീനുകളാണ്.